ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അമ്മുവും കൂടെ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. എൻ്റെ എക്സാം എല്ലാം തീർന്ന്, ഇന്നലെ കൊണ്ടെല്ലാം തീർന്ന്. അപ്പം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഞങ്ങൾക്ക്, കല്യാണമൊക്കെ പ്രമാണിച്ച്. അപ്പം ഞങ്ങൾ അതിന് പോകുമ്പോൾ അമ്മയില്ല, ഞാനും അമ്മ കൂടെ റൂമിൽ പോവാണ്. അമ്മയുടെ കെഞ്ചിയായി ഈ കാർ ഇപ്പം ഞങ്ങൾ മേടിക്കുന്ന വെയിലത്ത്. ഞാനില്ലാതെ പപ്പയില്ലാതെ ഒറ്റയ്ക്ക് പോകണം കറങ്ങാൻ. ഞാനിവിടെ വരാതെ പറയില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണം. ഞങ്ങള് ചേച്ചി അനിയത്തിയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. പോട്ടെ, വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല, നോക്കി പോണോന്നേ ഉള്ളൂ. കാറ് തരുന്നതിന്റെ പേടിയായത്, അല്ലാതെ വേറൊന്നുമല്ല. പോട്ടെ. ഭയങ്കര വെയില്. ഞങ്ങൾ പോവാണ്. സോ ഗൈസ്, ഞങ്ങള് ഭയങ്കര ഞങ്ങള് കാറിൽ പോകാൻ നിന്നത് വെയില് കാരണം സഹിക്കാൻ വയ്യ. ഞങ്ങള് കുറച്ച് ഡ്രസ്സ് എടുക്കാനാ പോകുന്നത്. ഡ്രസ്സും കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. കല്യാണം അടുത്ത് വന്നുണ്ട്. മുത്തിന്റെ എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് മുത്ത് നിന്ന് ഇന്നലെ എല്ലാം തീർന്നു. നമ്മൾ അടുത്ത ദിവസം ഇറങ്ങി. ഇനിയിപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? സ്റ്റുഡിയോയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാത്സിലാണ് ആദ്യം വന്നത്. മാത്സ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം എടുത്താലോ? അമ്മ പറഞ്ഞു ഇതിൽ കൂടുതൽ വല്ലോ നീ വാങ്ങിച്ച. എന്ത് വേണം? അമ്മു പാവാട നോക്കുക ഗൈസ്. അമ്മുവിന് പാവാട വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ആദ്യം എനിക്ക് നോക്കാം, എന്നിട്ട് നിനക്ക്. നീ നോക്കടി, നീ നോക്ക്. മുത്തിന് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചിന്നക്കട ഹോൾ ബോണിലോട്ട് വന്ന് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. എണീച്ച് റെഡിയായി ഇനി ഇറങ്ങി കടയിലൊക്കെ പോകാൻ. ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് കഴിച്ചിട്ട് ഇനി ബാക്കി കടയിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നാണ്ട് കഴിക്കാൻ കയറി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, ഞാൻ കഴിക്കുന്ന എടുത്തില്ല കാരണം എനിക്ക് അത്ര വിശപ്പം. ഞാൻ തിന്നിട്ട് അമ്മ പയ്യെ തിന്നുന്നത്, അതുകൊണ്ട് ഞാൻ അമ്മൂൻ്റെ എടുത്തു. ഞാൻ പെട്ടെന്ന് ഇരുന്ന് തിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ കോളേജ് ജംഗ്ഷനിൽ വന്ന് കമ്മൽ നോക്കാൻ. കമ്മലില്ല. സോ നമ്മൾ ഇനി അടുത്ത കടയിലോട്ട് പോവാം. ഇവൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല, ഞാൻ എടുത്ത്. സ്റ്റൈൽ യൂണിയനിലോട്ട് പോവാം ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ. നമുക്ക് സ്റ്റൈൽ യൂണിയനിൽ പോയിട്ട് കാണാം. പെട്രോൾ അടിക്കണം അതിന് മുന്നേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ കടയിൽ കയറണമെന്ന് വിചാരിച്ച്. പക്ഷേ എന്തുവാ സമയം കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ അമ്മയുടെ അങ്ങ് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ തിരിച്ച് പോകുമ്പോൾ കടയിലൊക്കെ കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ച്. പക്ഷേ അതും നടന്നില്ല. തിരിച്ച് പോകുമ്പോൾ കയറാൻ എന്തോ പെരുന്നാളായതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ കുറച്ച് നേരം അമ്മിയായിട്ട് അവിടെ ഓരോന്ന് പറഞ്ഞ് ചിരിയും കളിയായിരുന്നു. അമ്മീനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. അപ്പോൾ അമ്മി പറയുന്നു എനിക്ക് കൾച്ചറില്ല, ഞാൻ കൾച്ചറില്ലാത്ത പെൺകൊച്ചാന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം തമാശയായിരുന്നു അവിടെ. എന്തോ വലിയ ജോലി ചെയ്താണൊക്കെ കടയിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം. പോവാ വീട്ടില്. സ്റ്റൈൽ യൂണിയനിൽ കയറണ്ടേ? ആ പിന്നെന്ത്, ഇയാടെ കാര്യം കഴിഞ്ഞപ്പോ കണ്ടാ വണ്ടി കയറാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലേ എടുത്തിട്ട് വരാന്ന്. അമ്മച്ചമ്മ കുറ്റം പറഞ്ഞ് ഇപ്പൊ ഫോൺ താത്ത് വെക്കത്തില്ല. ആര് വിചാരിക്കുന്നത് മോഹൻലാലിനെയോ? ആര് വിചാരിക്കുന്നത് മൂക്കളെ ഇത് വയ്യ. ഇവിടെ ആക്സിഡന്റ് നടന്നിട്ടിരിക്കുക. അതൊക്കെ ഇപ്പൊ ഓക്കെ ആയി, അതിന്റെ മരുന്നാ അത്. ഞങ്ങള് വന്നപ്പോ തൊട്ട് ഞങ്ങടുത്ത് വീട്ടിൽ പോന്നും പറഞ്ഞങ്ങ് ഇരിക്കുക.
വരുന്നോ? അങ്ങോട്ട് വരണ്ട. വരുന്നോ? വീട്ടിൽ വരുന്നോ? കുറച്ച് മുമ്പോടെ ഇവിടുത്തെ കുറ്റം പറഞ്ഞിട്ട് വെച്ചതേ ഉള്ളു. ഇനി 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 ഞാൻ അതാടാ, അവിടെയാടാ റോയൽ ട്രീറ്റ്മെന്റ്. അമ്മച്ചമ്മയുടെ കട്ടിലേക്ക് കിടന്നാ ഉറക്കം വരത്തില്ല. കിടക്കാതെ ഉറക്കം വരത്തില്ല. ആ പിള്ളോപ്പ് വരുന്നോ വീട്ടിൽ? ആ ശരി. നിങ്ങളുടെ റൂം ഇപ്പൊ ഞങ്ങള് കയ്യേറിയിരിക്കുക. എന്തുവാണ് രണ്ട് സ്റ്റെപ്പ് ഇട്ട ഡാൻസിന്റെ പഠിച്ചതൊക്കെ? അപ്പൊ ഞങ്ങള് പോവാ. അമ്മച്ചമ്മ എന്നും അവിടെ ഇങ്ങ് വരെ ഞാൻ തന്നെ ഓടിച്ചു വന്നെ. ഏതൊക്കെ തരത്തിലാ ഉപ്പിലിട്ട് വെച്ചേക്കുന്നറിയോ? അവസാനം ഉപ്പ് കൊണ്ട് തിന്നാൻ വയ്യ ഒന്നും. അത് അച്ചാറും ഇട്ട്. അച്ചാറും ഇട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോവാം. കടയിൽ പോകുന്നില്ല. ഇപ്പം നാളെ പെരുന്നാളായതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും റോഡിൽ. അപ്പോൾ ബിച്ചറന്നൊക്കെ പറഞ്ഞ് വേണ്ട, വീട്ടിൽ പോകുന്നിട്ട് നാളെ അല്ല മറ്റന്നാൾ വന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. മച്ചമ്മ വരുന്നോടി? നമ്മൾ വീട്ടിൽ പോയി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു. എനിക്കിപ്പോൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാ എൻ്റെ സ്വഭാവം, ഉറക്കം വരും. ഞാൻ പോയി കിടന്ന് ഉറങ്ങും. എപ്പോഴും ക്ഷീണമാണ്. എനിക്ക് അവധി പരീക്ഷ കിട്ടാൻ ഞാൻ തീരാൻ കാത്തിരുന്നേ. ഞാനൊന്ന് ഉറങ്ങണം എനിക്കിനി സുഖമായിട്ട്. 11 മണി. അതാ ഇനി ഇനി ഞാൻ ഉറങ്ങും. പോവാം. ചേട്ടാ, ഡിയർ ബ്രദർ. ഓക്കെ, അങ്ങനെ പോകാൻ പറ്റത്തില്ലേ? എങ്ങനെ ഈ ലെഫ്റ്റ് തിരിഞ്ഞു പോകണ്ട? വേണ്ടേ? കാട്ടത്തിക്കാവ് കയറിയാ മതിയോ? ആ അങ്ങനെ പോവാം. സിയാ ബൈ ബൈ. അപ്പൂപ്പ വെയിറ്റ് ചെയ്യും. സിയാ ബൈ ബൈ. സോ ഗൈസ്, നമ്മൾ പോന്നു. നമ്മളുടെ കൂടെ ആരാണുള്ള സരസുവിനൊരു പാലുകാച്ചുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് അമ്മിയൊക്കെ ആയിട്ട് അങ്ങ് പോകും. ഇപ്പൊ വീട്ടിലോട്ട് വരുവോ ഞങ്ങൾ? എങ്ങനെയാ ഇല്ല, നിനക്ക് ഈ സൈഡ് കയറി പോവാ അറിയത്തില്ലേ? പോവാ. സോ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം എമ്പുരാൻ സിനിമ കാണാൻ പോവുകയാണ്. ആ വീഡിയോയ്ക്ക് വലിയ ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് ഒന്നുമില്ല, ഞങ്ങൾ സിനിമയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ കാല് ആശുപത്രി കാണിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കണ്ടിറങ്ങാൻ പോവാണ്. ഡ്രൈവർ ഇതുകൊണ്ട് വണ്ടി എടുക്കാൻ പോകുന്നു. ഡ്രൈവർ, സർവൻറ്റ്. അമ്മ ഇവിടുത്തെ സർവൻ്റാണ്. അപ്പോൾ ഗൈസ്, പപ്പ ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ പോയി സിനിമ കണ്ട്, ഞങ്ങളാരും ഇല്ലാതെ. പപ്പ പറഞ്ഞ് നിങ്ങളെ നോക്കിയിരുന്നാൽ കാണൊക്കെ ഒന്നും നടക്കത്തില്ല, ഞാൻ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ പപ്പ പോയി കണ്ട്. ഞങ്ങൾ ഇന്ന് 1-ാം തീയതിക്കാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ പോവുക. മൂക്കൊന്ന് ചൊറിയുന്നു. സന്ധ്യമ്മ മോഹൻലാൽ ഫാനാണ് ഇവരൊക്കെ. ആണ്. ഈ നിങ്ങളൊക്കെ അല്ലേ ഞങ്ങളെ കാട്ടി കൂടുതൽ പടം കണ്ടേക്കുന്നത്. മോഹൻലാലിനെ നമ്മളെ മാവില് മാങ്ങ പിടിച്ചു തുടങ്ങി. ഇതിനകത്ത് ഇപ്പോഴാണ് പിടിച്ചു തുടങ്ങിയത്. മറ്റേ മാവിൽ നിന്ന് കുറേ മാങ്ങ പിടിച്ച് ഞങ്ങൾ അച്ചാറും ഉപ്പിലൊക്കെ ഇട്ട് കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ടെ നമ്മളെ ബ്ലാക്കി കൊച്ചിനെ
നമ്മൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നേക്കുവാ. ചെവിക്കകത്ത് എന്തോ ഇൻഫെക്ഷനോ അലർജിയോ ഉണ്ട്. ഇവൻ എപ്പോഴും അസുഖങ്ങളേ ഉള്ളു. ലൂക്കാൻ്റെ നല്ല മരുന്നൊക്കെ തേച്ച് നിർത്തിയേക്കുന്നു. പോട്ടെ ലൂക്ക. ലൂക്ക ടാറ്റാ. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഈ മാവിന് കുറച്ച് കഴിയുമ്പോൾ നിറച്ച് മാങ്ങയാവും. അത് സമയമായില്ലല്ലോ അമ്മ. അതൊക്കെ അങ്ങ് വന്നോളൂ. ഇപ്പൊ കാലം തെറ്റിയല്ലേ എല്ലാം നടക്കുന്നത്. അപ്പൊ കാലം തെറ്റി അമ്മൂമ്മ എവിടുന്ന് വരുന്ന ഇവരാരും കുളിച്ചില്ല ഗൈസ്. ഇവർക്ക് ആർക്കും വൃത്തി എന്ന് പറയുന്നൊരു സാധനമില്ല. കുളിക്കത്തും ഇല്ല, നനയ്ക്കത്തും ഇല്ല. ഞാൻ മാത്രമേ കുളിച്ചോളൂ. ചേർത്തോണ്ടങ്ങ് പോയി പോ. ഞാൻ മാത്രമേ നമ്മൾ 2 മണിക്കാണ് സിനിമ. 1:40 ഇവിടെ അടുത്ത വാർത്തയിൽ. ടിക്കറ്റ് കിട്ടി. ചൂടത്തൊരിച്ചിരി ആശ്വാസം. ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഉറങ്ങും. ഞാനും കൊച്ചുമോള് പറഞ്ഞ് പകുതി മനസ്സ് മടുപ്പിച്ച് വെച്ചിരിക്കുക. കൊച്ചുമോൾക്ക് അല്ലേലും ഇങ്ങനത്തെ പടം ഇഷ്ടപ്പെടത്തില്ല. കൊച്ചുമോൾക്ക് ഇരുന്ന് ചിരിക്കണം കുറെ. അങ്ങനെയുണ്ട്. മഴ പെയ്യുന്നു ഗൈസ്. ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി കാറിൽ കയറിയിട്ട് നമ്മൾ റിവ്യൂ പറയുന്നതായിരിക്കും. ഓടിപ്പോ അമ്മ. പിന്നെ ഗൈസ് നമ്മൾ സിനിമ കണ്ടിറങ്ങി. നല്ല പടം. നമ്മള് കണ്ടതില് കൊച്ചുമോള് കണ്ടിട്ട് പറഞ്ഞു, കൊച്ചുമോള് അയ്യേ എന്തൊരു പടം, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും വെറുത്ത്. കൊച്ചുമോക്ക് ഇങ്ങനത്തെ പടങ്ങളൊന്നും ഇഷ്ടമല്ല. കൊച്ചുമോക്ക് കുറെ വളിപ്പും കോമഡിയും ചിരി ഇതൊക്കെ വേണം കൊച്ചുമോക്ക്. പക്ഷെ നല്ല പടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്, അമ്മൂന് ഇഷ്ടപ്പെട്ട്. ലൂസിഫർ കണ്ടിട്ട് പോയാലേ ഇത് കണ്ടാ മനസ്സിലാവും. അമ്മ ഞങ്ങൾ ഇന്നലെ ഇരുത്തിയാ എല്ലാം കാണിപ്പിച്ചത് തന്നെ ഇന്ന് കാണാൻ വേണ്ടി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. അതിൽ പൃഥ്വിരാജ്, എനിക്ക് പൃഥ്വിരാജിനെ ഒത്തിരി ഇഷ്ടപ്പെട്ട്. പൃഥ്വിരാജ് മോഹൻലാലിന് എത്ര വയസ്സുണ്ട്, എന്ത് കാണിക്കുന്നതിന് അത് കിടന്ന്. സൂപ്പർ പടമായിരുന്നു. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ട്. നല്ല പടമായിരുന്നു. അമ്മ എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പുറത്ത്, അമ്മ ഇപ്പുറത്ത്, അമ്മ ഇപ്പുറത്ത് ഇരുന്ന് അമ്മ ഇടയ്ക്കൂടെ ഓരോന്ന് പറയും. അമ്മ ഫുൾ ടൈം ഇനി ഇതിങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും. അമ്മ കഥ എഴുതിയ കണക്ക് അമ്മ ഇരുന്ന് അങ്ങ് പറയുക. ഞാൻ മിണ്ടായിരുന്നത് കാണാൻ സമയത്തില്ല. അമ്മ പറയും ഇനി ഇങ്ങനെ ആയിരിക്കും, മനസ്സിലായോ, ഇനി ഈ പള്ളിയിലച്ഛനായാലും അത്. ഇതെന്ത് അമ്മ പറയുന്നേ? എന്റെ അടുത്ത് അമ്മ ഇരുന്ന് പറയുന്ന ഇതാ. നല്ല പടമായിരുന്നു. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് കുറച്ചേരുന്ന് സംസാരിച്ച് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ദാണ്ട കാപ്പി ഇട്ട് കുടിച്ച് ചക്ക കഴിച്ച് ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കിടക്കാൻ പോവാ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു. ബൈ ഗൈസ്. ബൈ ബൈ.